ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21-ആണ്. ഓഗസ്റ്റ് 7-ന് വിജ്ഞാപനം ഇറങ്ങും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, പറയൂ. കൃഷ്ണരാജ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതിയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. 17ാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന് നടക്കും എന്നുള്ളതാണ്. അതിൻ്റെ തീയതികൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് 7-ന് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. ഓഗസ്റ്റ് 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന ഓഗസ്റ്റ് 22-ന് നടക്കും. ഓഗസ്റ്റ് 25-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാക്കറ്റിൽ നൽകിയത്. അതായത് ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക ലഭിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അന്ന് തന്നെ അതിൻ്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ തീയതികൾ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഓഗസ്റ്റ് 7-ന് വിജ്ഞാപനം പുറത്തിറങ്ങും. ഓഗസ്റ്റ് 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഓഗസ്റ്റ് 25-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക. അവരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടത്. നേരത്തെ ജഗ്ദീപ് ധൻഖർ, നിലവിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ച ഒഴിവിലേക്കാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത്. ആ ഒഴിവിലേക്ക് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ വാർത്താക്കുറിപ്പിലൂടെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിനായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന്, ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയാണെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായാലുടൻ തന്നെ തീയതിയും വിജ്ഞാപനവും പുറത്തിറക്കുമെന്നുള്ളതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപ് റിട്ടേണിംഗ് ഓഫീസറെയും ഡെപ്യൂട്ടി റിട്ടേണിംഗ് ഓഫീസറെയും തെരഞ്ഞെടുത്തുകൊണ്ട് നിയമിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. ഇന്നിപ്പോൾ തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് 17ാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിന്റെ വിവിധ തരത്തിലുള്ള തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 7-ന് വിജ്ഞാപനം പുറത്തിറക്കും. സെപ്റ്റംബർ 9-നായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. NDAയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക കൂടിയാലോചനകൾ ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടാതെ BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദയും മറ്റ് മുതിർന്ന കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ പ്രാഥമികമായിട്ടുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു. വിവിധ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും NDAയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ഒപ്പം ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ സമവായത്തിലൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെപ്റ്റംബർ 9-നാകും തെരഞ്ഞെടുപ്പ് നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.